പക്ഷെ ആൾക്കാർക്ക് പറ്റിയ അബദ്ധം കൃഷി ചെയ്യാൻ ആരംഭിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കൃഷി ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യർ രക്ഷപ്പെട്ടു പോയേനെ. മറ്റേ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി, ഭക്ഷണത്തിന് പ്രതിസന്ധി ഉണ്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അപ്പുറത്തെ ഏരിയയിലേക്ക് പോകാമായിരുന്നു. ഒരു കൃഷിക്കാരന് അത് കഴിയില്ല. അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ, അതായത് അവൻ അവിടെ തന്നെ ആ പാടത്താണല്ലോ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവനവിടെ കെടുക്കുകയാണ്. അപ്പോൾ അവനെപ്പോഴും ആദിയാണ്. മഴ കൂടുതൽ പെയ്യും, വെയിൽ കൂടുതലുണ്ടാവും, അവൻ്റെ ആദിയാണ് അവന്. അല്ലെങ്കിൽ ഈ കള്ളന്മാർ വന്നിട്ട്, അതായത് അടുത്ത് വേറൊരു ഗോത്രം വന്നിട്ട് അത് കട്ടുകൊണ്ട് പോകും. ഇതാകെ പ്രശ്നമാണ് അവൻ. അപ്പോൾ അവന് അവിടെ അത് ഇട്ട് പോകാൻ കഴിയില്ല. ഒരു തവണ കൃഷി നശിച്ചാൽ പോലും അവനവിടെ നിന്ന് ഇട്ട് പോകാൻ കഴിയില്ല. കാരണം ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ് അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളൊന്നും ഇവർക്കില്ല. അങ്ങനെ കൃഷിയാണ് മനുഷ്യനെ ചതിച്ചത്. കൃഷി ആളുകൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് അവിടെ അതിൽ നിന്ന് പിന്നെ മോചനമുണ്ട്, വീണ്ടും പോകാൻ കഴിഞ്ഞില്ല. ആകെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് പഴയ ഓർമ്മകൾ വരുമ്പോൾ ഒന്ന് വേട്ടയാടാൻ പോയി വരാതല്ലാതെ വേറെ ഒന്നും നടക്കൂല. അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ അതിൽ പെട്ടുപോയി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചതി. മാനവ ചരിത്രത്തിലുണ്ടായിരുന്ന ആദ്യത്തെ ചതി എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയാണ് മനുഷ്യനെ ഒതുക്കിയത്, ഈ ലെവലാക്കിയത്. പിന്നെ കൃഷിയിൽ നിന്നാണ്, കൃഷിയുള്ളപ്പോൾ കൊണ്ടാണ് ഈ രാജാവൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അതിൽ കാവൽ നിർത്തിയ ആളുകൾ, കൃഷിയിടത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി കാവൽ നിർത്തിയ കരുത്തന്മാരായ ആളുകൾ, ഈ കരുത്തന്മാരായ ആളുകളിൽ നിന്നാണ് പിന്നീട് പടയാളികൾ ഉണ്ടാകുന്നതും നിങ്ങളുടെ ഇത് ഞങ്ങൾ രക്ഷിച്ചു തരാമെന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇവർ തന്നെ 2-3 ഗോത്രങ്ങളുടെ കൃഷി ഏറ്റെടുക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടുത്തെ ഒരു നാടുവഴിയായി കഴിയാണ്. കർഷകൻ ഉൽപാദനത്തിലൂടെ ഉണ്ടാക്കിയ മെച്ചം, കാർഷിക മിച്ചം വരുന്ന അതുമ്പോഴാണ് ഈ രാജാക്കന്മാരും ബുദ്ധിജീവികളൊക്കെ പണിയെടുക്കേണ്ടി ജീവിച്ചത്. അല്ലെങ്കിൽ ഇവിടെ കലിയൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കൃഷിക്കാരൻ അനുഭവിക്കേണ്ട പണം ഈ പറഞ്ഞ കാവലെന്ന് പറഞ്ഞിട്ടും ടാക്സ് എന്നും പറഞ്ഞും പേടിച്ച് പണിയെടുക്കാണ്ട് സൂചിച്ച ആളുകളിൽ നിന്നാണ് കലാകാരന്മാരും ഇവരൊക്കെ ദാർശനികരൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടണമെങ്കിൽ ഇത് വേണ്ടേ, ആരെങ്കിലും വേറെ പണിയെടുക്കട്ടെ. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഒരു വലിയ വിഭാഗം ആളുകൾ പണിയെടുക്കാനാണ് ജീവിക്കുന്നത്. കാരണം കുറച്ച് പേര്